നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കാത്തതിനെതിരെ കൊയിലി ഹോസ്പിറ്റലിൽ യൂത്ത് ലീഗ് ഉപരോധം. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ബഹുമാനാദരം നിറഞ്ഞ ഈ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുന്ന കണ്ണൂർ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ഷിനാജ്, ഈ ഉപരോധ സമരം അധ്യക്ഷത വഹിക്കുന്ന തഫ്ലീം മാണിയാട്ട് ഉൾപ്പെടെയുള്ള ജംഷീർ ആലക്കാട്, മൻസൂർ, ഷാക്കിറാട് ഉൾപ്പെടെയുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ ഭാരവാഹികൾ, മറ്റു വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഒരുപക്ഷെ കണ്ണൂരിന്റെ ചരിത്രത്തിൽ സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന സമരം വളരെ മാന്യമായ അവകാശങ്ങൾ ചോദിച്ചുകൊണ്ട്. ഇന്ന് നിങ്ങളുടെ പേര് ഗംഗാധരം മുതലാളിയാണ്. ആ മുതലാളി പട്ടം ചാർത്തി തന്നത് ഇവിടെ ഇരിക്കുന്ന നഴ്സുമാരാണെന്ന് ഏതെങ്കിലും ഗംഗാധരം മറന്നുപോയാൽ അത്തരം ഗംഗാധരന്മാരെ വലിച്ചു താഴിടാനാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഉപരോധ സമരം എന്ന് പറഞ്ഞു വെക്കുക. ഇന്നലെ ഒരു വിഷ്വൽ കണ്ടു. പ്രിയപ്പെട്ട പോലീസുകാരോട് ഞങ്ങൾ പറഞ്ഞത്, ഒരുപക്ഷെ നിങ്ങളും രോഗിയായാൽ, നിങ്ങളും രോഗിയായി പോയാൽ നിങ്ങൾ പ്രതീക്ഷയോട് ഓടിക്കുന്ന ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിലേക്ക് ആദ്യം നിങ്ങൾ റിസീവ് ചെയ്യുന്നത് ഇവിടെ സമരം ചെയ്ത നഴ്സുമാരാണ്. മാന്യമായ സമരമാണ്. 2 മാസം നീണ്ടുന്നു. 5 ഹോസ്പിറ്റൽ, കണ്ണൂർ ജില്ലാ കലക്ടർ വിളിച്ചേർത്ത യോഗം, കണ്ണൂരിന്റെ MLA TO മോഹൻ വിളിച്ചേർത്ത യോഗം. ആ യോഗത്തിൽ 5 ഹോസ്പിറ്റലുകൾക്ക് ഒപ്പിടാൻ കഴിയുമെങ്കിൽ ഗംഗാധര, നിന്റെ കൈ വാദം വന്ന് തളർന്നു പോയിട്ടില്ല എങ്കിൽ ആ പേപ്പറിൽ നിന്നെ കൊണ്ട് ഒപ്പിടിച്ചിട്ടല്ലാതെ യൂത്ത് ലീഗ് ഉപരോധ സമരം ഇവിടെ അവസാനിപ്പിക്കില്ല. അത് പോലീസിനോട് ഞങ്ങൾ വെല്ലുവിളിയൊന്നുമില്ല. പോലീസിനോട് ഞങ്ങൾ പറയുന്നു, ഒപ്പിട്ടിട്ടല്ലാതെ യൂത്ത് ലീഗ് ഈ ഉപരോധ സമരം അവസാനിക്കാൻ ഒരുക്കമല്ല. ഈ സമരത്തിന് തുടക്കം മുതൽ കണ്ണൂർ യുവജന പ്രസ്ഥാനങ്ങളായ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഒപ്പമുണ്ട്. അതിനിടയിൽ ഏതെങ്കിലും DYFI-കാരനും CIT-കാരനും ഈ സമരത്തെ ഉമ്മാക്കി കാണിച്ച ഭയപ്പെടുത്തി ഈ സമരത്തെ മൊത്തത്തിലങ്ങ് ഒലിപ്പിച്ചു കളയാമെന്ന് ഏതെങ്കിലും DYFI-യും CIT-കാരനും ആഗ്രഹിക്കുന്നെങ്കിൽ അവരെ കൂടി വെല്ലുവിളിച്ച ഞങ്ങളൊന്ന് പറയാം. കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് തുറന്നു വെച്ച സമരം അത് പൂട്ടിച്ചിട്ടല്ലാതെ യൂത്ത് ലീഗ് അവസാനിപ്പിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ വിജയം കാണുന്നവരെ ഈ കവാടം ഞങ്ങൾ ഉപരോധിക്കും. അതിനൊരു തർക്കവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത് തഫ്ലീമാണ്. ഉദ്ഘാടനം ചെയ്തത് ഷിനാജ് ഉൾപ്പെടെയുള്ള മുഴുവൻ യൂത്ത് ലീഗിന്റെ ഭാരവാഹികളും മീഡിയ സുഹൃത്തുക്കളെയും ഇവിടെ വന്നു ചേർന്ന പോലീസുകാർ ഉൾപ്പെടെ, അതോടൊപ്പം സമരം ചെയ്യുന്ന, തളർന്നു പോകാതെ ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ഒരുപക്ഷെ ഞങ്ങളൊക്കെ നിരവധി സമരം ചെയ്തവരാണ്. പാതി വഴിയിൽ നമ്മൾ തളർന്നു പോയിട്ടുണ്ട്. സമരത്തിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താതെ വന്നപ്പോ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഒക്കെ തളർന്നു പോയിട്ടുണ്ട്. സമരം അവസാനിപ്പിക്കേണ്ടി വരുമോ എന്ന് ആശങ്കിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന പെൺപടയുണ്ടല്ലോ, 60 ദിവസം കടന്നിട്ടും എനിക്ക് എത്ര നാൾ നീണ്ടു നിന്നാലും ലക്ഷ്യം കണ്ടിട്ടല്ലാതെ അവസാനിപ്പിക്കലെന്ന് എടുത്തൊരു തീരുമാനമുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് ആവേശമുണ്ട്. യുവജന പ്രസ്ഥാനമായ ഞങ്ങൾക്കത് കരുത്ത് പകരുന്നുണ്ട്. ആ കരുത്ത് വിജയിച്ചിട്ടല്ലാതെ ഈ സമരം അവസാനിപ്പിക്കില്ല. മനോജ് മെയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കാത്തതിനെതിരെയാണ് യൂത്ത് ലീഗ് കൊയിലി ഹോസ്പിറ്റലിൽ ഉപരോധം സംഘടിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? കൃഷ്ണേന്ദു, കഴിഞ്ഞ 2 മാസത്തിലധികമായി കണ്ണൂരിലെ 6 ആശുപത്രികൾ നഴ്സുമാർ സമരത്തിലാണ്. ഇതിൽ 5 ആശുപത്രികൾ വേതന വർധന ഉൾപ്പെടെയുള്ള നഴ്സുമാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. എന്നാൽ കൊയിലി ആശുപത്രി മാനേജ്മെന്റ് ഈ കരാറിൽ ഒപ്പിടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതേ തുടർന്നാണ് ഈ സമരം ഇപ്പോൾ കൊയിലി ആശുപത്രിക്ക് മുന്നിൽ നടക്കുന്നത്. ഇപ്പോൾ വലിയ പ്രതിഷേധം ഇവിടെ നടക്കുകയാണ്. യൂത്ത് ലീഗിന്റെ ഉപരോധം നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് നഴ്സുമാർ ഇവിടെ സമരത്തിലാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മഹിളാ അസോസിയേഷന്റെ നേതാക്കൾ എത്തിയിട്ടുണ്ട്. സുകന്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ വിവിധ എല്ലാ തട്ടിൽ നിന്നുള്ള പിന്തുണ ഏറി വരികയാണ് ഈ സമരത്തിന്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായി ഇത് മാറുകയാണ്. കൊയിലി ആശുപത്രി മാനേജ്മെന്റ് മാത്രം ഈ കരാറിൽ ഒപ്പിടാത്തത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് നഴ്സുമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ നമ്മൾ കണ്ടതാണ്. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഗംഗാധരനെ നഴ്സുമാർ ഉപരോധിക്കുന്ന സാഹചര്യം, അദ്ദേഹത്തിന്റെ ഭീഷണി, ഇതൊക്കെ തന്നെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതിനിടയിലാണ് ഈ സമരം ഇപ്പോൾ ശക്തമായ സമരം ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ സമരം വിജിൽ മോഹൻ നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. ഈ സമരം ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. വിജിൽ, ഇന്ന് കൂടി ഇത് ഒപ്പിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഈ സമരത്തിന്റെ ഒരു അവസ്ഥ? തീർച്ചയായും ഞങ്ങൾ ഇതിനു മുമ്പ് പ്രഖ്യാപിച്ച പോലെ ഈ ന്യായമായ സമരം ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് കലക്ടറുടെ ചേംബറിൽ മീറ്റിംഗ് കൂടിയത്.
കണ്ണൂർ ജില്ലയിലെ കൊയിലി ആശുപത്രി ഒഴികെയുള്ള ബാക്കി 5 ആശുപത്രികളും ഈ സമരത്തിന് അനുകൂലമായ നിലപാട് അവരെടുത്തു. ഇപ്പോൾ കൊയിലി ആശുപത്രി ഇന്നലെ മുതൽ വളരെ ധിക്കാരപരമായ നിലപാടെടുത്തുകൊണ്ട് ഇവിടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നിലയിൽ സ്ത്രീകളെ കയ്യേറ്റം ചെയ്യുന്നതിനുള്ള നിലപാടെടുത്തുകൊണ്ട് പോവാണ്. അതിൻ്റെ പ്രതിഷേധമാണ് ഇവിടെ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്നത്. ഇന്നലത്തെ ഒരു സന്ധി ചർച്ചയിൽ അവസാനം ഇന്ന് 11 മണിയോട് കൂടി ഇതിൽ ഒപ്പുവെക്കുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ കാത്തു നിൽക്കുന്നത് 11 മണിയാവാനാണ്. 11 മണി വരെ കാത്തുനിന്ന് ഇവർ 11 മണിക്ക് ശേഷം ഈ സമരത്തിന് അനുകൂലമായ രീതിയിൽ ഈ പറഞ്ഞ കരാറിൽ ഇവർ ഒപ്പുവെക്കുന്നില്ല എങ്കിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പറഞ്ഞ പോലെ 11 മണിക്ക് ശേഷം ഈ സമരം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കും. ഇന്ന് മുതൽ ഈ ആശുപത്രിക്ക് മുമ്പിൽ അനിശ്ചിതകാല നിരാഹാരം ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നാണ് പറയാനുള്ളത്. എന്തായാലും അതിശക്തമായ ഒരു നിലപാട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. ഇന്ന് 11 മണിക്ക് ലേബർ ഓഫീസിൽ വെച്ച് ഈ കരാറിൽ ഒപ്പിടാം എന്ന് കൊയിലി മാനേജ്മെന്റ് സമ്മതിച്ചിട്ടുണ്ട്. അത് ഉണ്ടായില്ലെങ്കിൽ സമരം ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. മഹിളാ അസോസിയേഷന്റെ നേതാവ് സുകന്യ ടീച്ചർ ഇപ്പോൾ ഇവിടെ സമരപന്തലിൽ ഐക്യദാർഢ്യവുമായി എത്തിയിട്ടുണ്ട്. ടീച്ചർ, ഇപ്പോൾ ഒരു മാനേജ്മെന്റ്, അതായത് കൊയിലി ആശുപത്രി മാനേജ്മെന്റ് മാത്രം ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് ഒപ്പിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നും ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ഈ സ്ഥിതി സങ്കീർണമായ അവസ്ഥയിലേക്ക് പോകുമെന്ന് തന്നെയല്ലേ നമുക്ക് കരുതേണ്ടത്? തീർച്ചയായും ഇന്നലെ നടന്ന കാര്യങ്ങളുടെ ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരിക്കലും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകാൻ പാടില്ലാത്ത രൂപത്തിലുള്ള വളരെ മോശപ്പെട്ട വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമുള്ള കടന്നാക്രമണമാണ് ഈ ഹോസ്പിറ്റലിന്റെ അധികാരികളുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് സൂപ്രണ്ട് ഡോക്ടർ ഗംഗാധരന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള തന്നെ നിയമ നടപടികൾ അക്കാര്യത്തിലടക്കം ഉണ്ടാവേണ്ടതുണ്ട്. ഈ പ്രതിഷേധിക്കുന്ന കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന നഴ്സുമാർ നമ്മളെ സഹോദരിമാരാണ്. അവരുടെ ആവശ്യത്തെ ന്യായമായി കേൾക്കാനും അത് പരിഹരിക്കുന്നതിനും വേണ്ടി ഇടപെടുന്നതിന് പകരം തികച്ചും ധിക്കാരപൂർവമായിട്ടാണ് ഇന്നലെ അദ്ദേഹം ഇവിടെ പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ സ്ത്രീകളോട് ഈ രൂപത്തിൽ പെരുമാറുന്ന ഒരു കാര്യത്തെയും ഈ സമൂഹത്തിനകത്ത് അത് അനുവദിക്കാൻ കഴിയില്ല. ഇവർ തുടർന്ന് നടത്തുന്ന എല്ലാ സമരങ്ങൾക്കും ഞങ്ങളുടെ പിന്തുണയുണ്ടാവും. ഈ വിഷയത്തിൽ ഏതറ്റം വരെ നിയമ നടപടിയുമായി പോകുന്നതിന് വനിതാ കമ്മീഷനും അതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ഇടപെടേണ്ട അത്രയും വളരെ കാടത്തം നിറഞ്ഞ ഒരു നിലപാടാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്, ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ശക്തമായി മഹിളാ അസോസിയേഷന്റെ പ്രതിഷേധം ഞങ്ങൾ അക്കാര്യത്തിൽ രേഖപ്പെടുത്തുകയാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ സെക്രട്ടറി എൻ സുകന്യയാണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും അതിശക്തമായ ഒരു സമരം തുടരുകയാണ്. ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ഉപരോധം അവിടെ നടക്കുകയാണ്. യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ഷിനാജ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ ഈ നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ സഹകരണത്തോടുകൂടി ഇന്ന് കണ്ണൂരിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ നഴ്സുമാരോട് അദ്ദേഹം പറയുന്ന ഒരു ഭാഷയുണ്ട്. പോടി എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്ന നഴ്സുമാരെ ഈ പുതിയ കാലത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ അവരുടെ അഭിസംബോധന ചെയ്യുന്ന ഈ ആശുപത്രിയുടെ മുതലാളിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഗംഗാധരൻ മുതലാളി, ഇന്നലെ ഈ നഴ്സുമാർ, വനിതകളായ നഴ്സുമാരുടെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ഉപേക്ഷിച്ച് ഓട്ടോറിക്ഷയിൽ ഇവിടെ നിന്ന് പോലീസിന്റെ അകമ്പടിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് അന്തിമമായ സമയം നൽകുകയാണ്. ഇന്ന് കൂടി സമരത്തിന് അവസാനിപ്പിച്ചുകൊണ്ട് നഴ്സുമാരുടെ ജില്ലാ കളക്ടർ, ജില്ലാ ഭരണാധികാരിയായ ജില്ലാ കളക്ടറും ഈ കണ്ണൂർ നിയോജകമണ്ഡലത്തിന്റെ MLA PO മോഹനടക്കമുള്ള ജനപ്രതിനിധികൾക്ക് മുമ്പിൽ മറ്റ് ആശുപത്രികൾ ഈ ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ടിട്ട് നഴ്സുമാരുടെ സമരം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊമ്പുമില്ല ഗംഗാധരൻ മുതലാളിക്ക്. അങ്ങനെ ഒരു കൊമ്പ് ഗംഗാധരൻ മുതലാളിക്കുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോഡിലിറങ്ങാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഈ സമരം യൂത്ത് ലീഗ് ഏറ്റെടുക്കുമെന്ന് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ്. ഗംഗാധരൻ മുതലാളി വിചാരിക്കേണ്ട, ഈ നഴ്സുമാർ സമരം ചെയ്താൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല. കാട്ടാമ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന കൊയിലി നഴ്സിംഗ് ഹോമിൽ നിന്ന് നഴ്സിംഗ് വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് ഞാൻ എന്റെ കച്ചവടം നടത്തിയിട്ട് ആശുപത്രി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഞങ്ങൾ തുച്ഛമായ ആളുകളെ കൊണ്ടുവന്ന് ഈ സമരത്തിന് സൂചന നൽകുന്നത് ഇതൊരു ആതുര സേവന കേന്ദ്രമായതുകൊണ്ടാണ്. ഇവിടെ വരുന്ന ഇന്നലെ ഞങ്ങൾ വന്നപ്പോ രോഗികളായ ഒരുപാട് ആളുകൾ, രോഗികൾക്ക് കൂടെ വന്ന കൂട്ടിരിപ്പുകാർ ഒരുപാട് വിഷമങ്ങൾ പറയേണ്ടി വന്നു. അവർ OP ടിക്കറ്റ് എടുത്താൽ ഡോക്ടറെ കാണാൻ വേണ്ടി കഴിയുന്നില്ല. സമരം മൂലം ഡോക്ടറെ കാണാൻ കഴിയുന്നില്ല. ഇവിടുത്തെ NICU അടക്കമുള്ള ICU അടക്കമുള്ള അടിയന്തര സേവനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള നഴ്സുമാരുടെ അഭാവം കാരണം രോഗികൾക്ക് കൃത്യമായ ചികിത്സ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ്, ഒരാശുപത്രി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ഈ രൂപത്തിൽ, നിങ്ങൾ ഈ സൂചന കണ്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട ഗംഗാധര മുതലാളിയും ഈ ആശുപത്രിയുടെ
ആശുപത്രിയുടെ മാനേജ്മെന്റിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, കൊയിലി ആശുപത്രി പ്രവർത്തിച്ചിട്ടില്ല എന്ന് കരുതി കണ്ണൂരിലെ സാധാരണക്കാരായ ആളുകൾക്ക് ചികിത്സ നിഷേധിക്കുന്ന ഒരു സാഹചര്യവും ഇന്ന് കണ്ണൂരിലില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. ഞങ്ങൾ ഈ ആശുപത്രിയിൽ പ്രവർത്തിക്കേണ്ട എന്ന് യൂത്ത് ലീഗ് തീരുമാനിച്ചാൽ ഒരു ദിവസം പോലും ഈ ആശുപത്രിയെ പ്രവർത്തിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതെന്നാണ് ഞങ്ങൾ പറയുന്നത്. അവർ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ നഴ്സുമാരെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, 8 തലമുറക്ക് ജീവിക്കാനുള്ള വകുപ്പ് ഞാൻ ഈ ആശുപത്രി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ പേടിപ്പിക്കണ്ട എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട ഗംഗാധര മുതലാളി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, ആ ഉണ്ടാക്കി വെച്ച സമ്പത്തും തിന്നിട്ട് വീട്ടിൽ അച്ഛയുടെ കൂടെ ഇരിക്കേണ്ടി വരും ഗംഗാധര മുതലാളിക്ക്. ഈ കൊയിലി എന്ന് പറയുന്ന നാമം ഈ കണ്ണൂരിന്റെ ആശുപത്രിയുടെ ചിത്രത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ യൂത്ത് ലീഗിന് മുന്നിട്ടിറങ്ങേണ്ടി വരുമെന്ന് പറയുന്ന സൂചന മാത്രം നൽകിക്കൊണ്ട് ഇന്നെപ്പോഴെന്നൊക്കെ പറയുന്നത് കേട്ടു. കഴിഞ്ഞ ജില്ലാ കളക്ടർക്ക് മുമ്പിൽ 5 ആശുപത്രിയിലെ മാനേജ്മെന്റും വന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത് ന്യായമായ അവകാശങ്ങൾ അവരുടെ കാര്യങ്ങൾ വിശദീകരിച്ച് ന്യായമായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ തയ്യാറായിട്ടും ഗംഗാധര മുതലാളിയോ ഈ ആശുപത്രിയുടെ മാനേജ്മെന്റ് പ്രതികളോ കണ്ണൂരിലെ ജില്ലാ കളക്ടർ വിളിച്ചാൽ ഫോൺ എടുക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ ധിക്കാരിയായി മാറിയിട്ടുണ്ട് ഈ ഗംഗാധര മുതലാളി. നിങ്ങളുടെ സമ്പത്തിന്റെ പിൻബലത്തിലാണ് നിങ്ങളുടെ ഈ ധിക്കാരമെങ്കിൽ ആ ധിക്കാരം അവസാനിപ്പിക്കാൻ ഈ കണ്ണൂരിലെ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങൾക്ക് 1 മണിക്കൂർ മതി എന്നുള്ള സൂചന നിങ്ങൾക്ക് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ പറയുന്നത്, ഇന്ന് ഈ സമരം ഇവിടെ അവസാനിക്കണം. ഇന്ന് ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ സാധാരണ നഴ്സുമാർ നടത്തിയ സമാധാനപരമായ ഒരു സമരത്തിന്റെ മുഖമായിരിക്കില്ല ഈ നഴ്സുമാരുടെ സമരം. ഞങ്ങൾ കഴിഞ്ഞ കളക്ടറേറ്റിന് മുമ്പിൽ നടന്ന സമരത്തിൽ അവർക്ക് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ സമരം അവസാനിക്കുന്നില്ല എങ്കിൽ നാളെ മുതൽ നിങ്ങൾ നിങ്ങളുടെ തൊഴിലുകളിലേക്ക് തിരിച്ചു പോകണം. ഞങ്ങൾ ഈ സമരം നിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത് ഈ തെരുവോരങ്ങളെ പ്രക്ഷുബ്ധമാക്കി നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ ഞങ്ങൾ ഈ സമരമുഖത്തുണ്ടാകുമെന്നുള്ള വാക്ക് കൊടുത്തത് മുസ്ലിം യൂത്ത് ലീഗാണ്. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. നേരത്തെ ഇവിടെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ സമരത്തിന്റെ രീതി ഇങ്ങനെയല്ല. കഴിഞ്ഞ 10 വർഷം ഈ കണ്ണൂർ ഉൾപ്പെടെയുള്ള ഈ തെരുവോരങ്ങളെ പ്രക്ഷുബ്ധമാക്കിയ സമര മുന്നണിയാണ് മുസ്ലിം യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഒക്കെ. ഞങ്ങളുടെ സമരത്തിന്റെ മറ്റൊരു മുഖത്തേക്ക്, അത് പ്രത്യേകിച്ച് ഞങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ ജനങ്ങൾക്ക് അനുകൂലമായ സമീപനങ്ങളുമായി സുന്ദരമായ ഒരു ഭരണം കാഴ്ചവെക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ പഴയ സമരമുറകളെ പുറത്തെടുപ്പിക്കരുത് എന്നുള്ള ഒരു താക്കീത് കൂടി നൽകാൻ ഞങ്ങൾ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്ന് ഇവിടുത്തെ മാനേജ്മെന്റ് പ്രതികൾ ലേബർ ഓഫീസർക്ക് മുമ്പിൽ ഈ ന്യായമായ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുന്നതുവരെ ഈ സമരവുമായി യൂത്ത് ലീഗ് ഈ കൊയിലി ആശുപത്രിക്ക് മുമ്പിലുണ്ടാകും. ഇത് അവസാനിപ്പിച്ചിട്ടല്ലാതെ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. എന്തായാലും സമരം യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് കെ ഷിനാജ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇപ്പോൾ ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്. അതോടൊപ്പം തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ സെക്രട്ടറി N. സുകന്യ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കൊയിലി ആശുപത്രിക്ക് മുന്നിൽ നടക്കുകയാണ്. ആ സമരം ഇപ്പോൾ ഉപരോധമാണ്. ആശുപത്രിക്ക് മുന്നിലുള്ള ഒരു ഉപരോധമാണ്. ആശുപത്രിക്ക് മുന്നിലുള്ള ഉപരോധം ഇങ്ങനെ നീണ്ടുപോകാൻ പോലീസിനും അനുവദിക്കാൻ കഴിയില്ല. ഇപ്പോൾ പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൊയിലി ആശുപത്രി മാനേജ്മെന്റ് ഇന്ന് ഈ കരാറിൽ, അതായത് ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ആ കരാറിൽ ഒപ്പിടും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഈ സമരവും മുന്നോട്ട് കൊണ്ടുപോകും, അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഈ എല്ലാ സമരസമിതിയുടെ നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ആ ഉടമ്പടിയിൽ ഇന്ന് 11 മണിക്ക് ലേബർ ഓഫീസിൽ വെച്ച് ഒപ്പിടാം എന്നാണ് ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കൊയിലി ആശുപത്രിക്ക് മുന്നിൽ നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധം എന്ന് പറയുന്നത് ഈ ആശുപത്രിയുടെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഗംഗാധരനെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടത്തിയത് നഴ്സുമാർ. അങ്ങനെ അത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിൽ ഡോക്ടർ ഗംഗാധരന്റെ ഭാഗത്ത് നിന്നും ഒരു ഭീഷണിയുടെ സ്വരം നമ്മൾ കേട്ടതാണ്.
എന്നുള്ളതാണ്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ ആ ഭീഷണിയുടെ സ്വരം കേട്ടത് കൊണ്ടുകൂടിയാണ് ഇന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവ് എൻ സുകന്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് സമരപ്പന്തലിലെത്തി നഴ്സുമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ സമരം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തായാലും ഇനി കഴിയില്ല. ഇന്ന് ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ സമരത്തിന്റെ രൂപം ഭാവവും മാറും എന്നാണ് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും അതോടൊപ്പം തന്നെ മഹിളാ അസോസിയേഷന്റെ നേതാക്കളും ഒക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് 11 മണി അതാണ് സമയം. ആ സമയത്തിനുള്ളിൽ ഇതിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഈ സമരത്തിന്റെ ഭാവം മാറുമെന്ന് എല്ലാ സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോലീസും വലിയ രീതിയിലുള്ള ജാഗ്രതയിലൂടെ ആണ് നീങ്ങുന്നത്. ഇന്നലെ വലിയ സംഘർഷമാണ് കൊയിലി ആശുപത്രിക്ക് മുന്നിൽ നമ്മൾ കണ്ടത്. അതുപോലുള്ള സംഘർഷത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ് പോലീസ്. ഇന്ന് കനത്ത പോലീസ് സന്നാഹമാണ് ഈ കൊയിലി ആശുപത്രിക്ക് മുന്നിലുള്ളത്. എന്തായാലും ഇതൊരു ആശുപത്രിയാണ്, അതിന്റെ ഒരു പ്രയാസമുണ്ട്. നിരവധി രോഗികൾ വരുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൽ ഇങ്ങനെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത്, ഉപരോധം നടക്കുന്നത്, സമരം നടക്കുന്നത്, നഴ്സുമാരില്ലാത്തത്, ഇതൊക്കെ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കും. അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകണമെന്ന് പോലീസിന്റെയും കർശനമായ നിർദ്ദേശമുണ്ട്. അങ്ങനെ ആ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ കൊയിലി ആശുപത്രിക്ക് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണേന്ദു.